തീപ്പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. ഇന്ന് ശാരദയും കുടുംബവും നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ശാരദയും അച്ഛമ്മയും ഒക്കെ വീട് വിട്ട് പോകുന്ന സങ്കടത്തിലാണ്. അവര് അരവിന്ദനൊപ്പമുള്ള ആ വീട്ടിലെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ ഗംഗയും യമുനയും ഒക്കെ പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങാണ്. യമുന അപ്പോഴും ഗംഗ ചേച്ചിനോട് പറയാണ്, എനിക്ക് ഈ നാട് വിട്ട് പോകാൻ ഇഷ്ടല്ലേ ചേച്ചി. അത് കേട്ട് ശാരദ പറയാണ്, അതിനിവിടെ എന്താണുള്ളത്. അപ്പൊ അച്ഛമ്മയും പറയാണ്, അരവിന്ദൻ പോയപ്പോ തന്നെ നമ്മൾ ഇവിടുന്ന് പോകണമായിരുന്നു. അവനുമില്ല, ഇനി ആർക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. നിളമോള് സങ്കടത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഗംഗ ചേച്ചിനോട് ചോദിക്കാണ്, നമ്മൾ ഇനി ഇവിടേക്ക് തിരിച്ചു വരൂലേ ഗംഗ ചേച്ചി? എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇനി കാണാൻ പറ്റുമോ? അപ്പോ വിനീത് നിളമോളെ ആശ്വസിപ്പിക്കുകയാണ്, നമ്മൾ ഉറപ്പായും തിരിച്ചു വരും നിളമോളെ, നിന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാം. എന്നിട്ട് അവരെല്ലാരും കാവേരിയെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് കാവേരിയെ കാണാഞ്ഞിട്ട് കോൾ ചെയ്യാണ് യമുന. നിവിന്റെയും രാഗിണിയുടെയും കല്യാണ ചടങ്ങ് നടക്കുകയാണ്. നിവിൻ സങ്കടത്തില് ഒരു സന്തോഷവും ഇല്ലാതെയാണ് മണ്ഡപത്തിലേക്ക് വരുന്നേ. കാവേരി യമുനയുടെ കോൾ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് എല്ലാരും കൂടി പെട്ടിയൊക്കെ എടുത്ത് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരൊക്കെ വണ്ടിയിൽ ഇരിക്കുമ്പോ കാവേരി വിനീതിനോട് പറയാണ്, നമുക്ക് ഫസ്റ്റ് തോട്ടത്തിലേക്ക് പോണം. അപ്പോ വിനീത് ചോദിക്കാണ്, അതെന്തിനാ കാവേരി? അപ്പോ കാവേരി പറയാണ്, അതിനൊരു കാരണമുണ്ട് വിനീതേട്ടാ, ഇത് നമുക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അവിടെ എത്തുന്നവരെ ആരോടും പറയണ്ട. അപ്പോ വിനീത് അതിന് സമ്മതിക്കുകയാണ്. രാഗിണിയും വിനീതും മണ്ഡപത്തിൽ ഇരുന്ന് കല്യാണത്തിന്റെ ചടങ്ങൊക്കെ നടത്തുകയാണ്. ആ സമയത്താണ് കാവേരിയും കുടുംബവും അവിടേക്ക് കയറി വരുന്നേ. രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന വിനീതിനെ കണ്ട് യമുന ഞെട്ടുകയാണ്. ആ സമയത്താണ് കാവേരി ജയബാലനെ വിളിക്കുന്നത്. എന്നിട്ട് കുടുംബത്തോടെ ജയബാലന്റെ അടുത്തേക്ക് വരികയാണ് കാവേരി. അപ്പോ ജയബാലൻ കാവേരിയോട് ചോദിക്കാണ്, കല്യാണത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ നീ? താലികെട്ട് കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ജയബാലനെ വിളിക്കാണ് പ്രവീണ. ആ സമയത്താണ് SI ചാരുലത മാഡം അങ്ങോട്ട് കയറി വരുന്നേ. അവരെ കണ്ട് ജയബാലൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോ SI വന്ന് ജയബാലനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ്. അപ്പോ ജയബാലൻ ചോദിക്കാണ്, എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പോ SI പറയാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ആയിട്ടാ ഞാൻ വന്നത്. നിങ്ങളായിട്ട് വരാണേൽ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അപ്പോ സത്യം ചോദിക്കാണ്, ജയബാലന്റെ മേൽ എന്ത് കംപ്ലൈന്റ് ആണ് ഉള്ളത്? ഒരു കല്യാണം നടക്കുന്ന നേരത്താണോ വന്ന് അറസ്റ്റ് ചെയ്യുന്നേ? അപ്പോ SI പറയാണ്, കാവേരി കൊടുത്ത കംപ്ലൈന്റ് ആണ് ഇത്. അപ്പോ ജയബാലൻ ചോദിക്കാണ്, ആദ്യം ഒരു കംപ്ലൈന്റ് തന്നതല്ലേ ഈ കാവേരി? എന്താ നടന്നതെന്ന് മാഡവും കണ്ടതല്ലേ? ഇപ്പോഴും അവളെ വിശ്വസിക്കാണോ മാഡം? അപ്പോ SI പറയാണ്, അറസ്റ്റ് വാറന്റുമായിട്ടാ ഞാൻ വന്നത്, അനാവശ്യ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. അപ്പോ ജയബാലൻ വീണ്ടും ചോദിക്കാണ്, ഇവളെ എന്റെ മേൽ എന്ത് കംപ്ലൈന്റ് ആണ് തന്നത്? ഇവരുടെ അച്ഛന്റെ സ്വത്ത് നിങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ്. അപ്പോ ജയബാലൻ ചോദിക്കാണ്, അതിന് തെളിവുണ്ടോ? തെളിവോടെ വാ, അപ്പോ സംസാരിക്കാം എന്ന് പറയാണ് ജയബാലൻ. എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിന്റെ അടുത്ത് തെളിവുണ്ടോ? ഉണ്ടെന്ന് പറയാണ് കാവേരി. എന്നിട്ട് ബാങ്ക് മാനേജറും തോട്ടത്തിലെ ശിവരാമൻ ചേട്ടനും അവിടേക്ക് വരികയാണ്. അത് കണ്ട് ജയബാലൻ ശരിക്കും ഒന്ന് പേടിക്കുന്നുണ്ട്. ജയബാലൻ എന്നിട്ട് SIനോട് പറയാണ്, ഇവൻ എന്റെ തോട്ടത്തിലെ പണിക്കാരനാണ്, ഇവൻ എന്ത് പറയാനാ? അപ്പൊ കാവേരി പറയാണ്, ജയബാലൻ പേടിക്കല്ലേ, ശിവരാമൻ ചേട്ടൻ സ്റ്റേഷനിൽ വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബാങ്ക് മാനേജർ, നിങ്ങൾക്കറിയാലോ, എന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെ മരണശേഷവും നിങ്ങൾ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവര് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ജയബാല, ഇനി നിനക്ക് രക്ഷയില്ല. എന്റെ അച്ഛന്റെ സ്വത്ത് പറ്റിച്ച് സുഖിച്ച് ജീവിക്കല്ലായിരുന്നു. പാവങ്ങളെ പറ്റിച്ച് ഒരാളും അധിക നാളും വായില്ല ജയബാല. ജയബാലൻ അപ്പോ ദേഷ്യത്തില് കാവേരിയെ നോക്കുകയാണ്. എന്നിട്ട് ശിവരാമനോട് ചോദിക്കുകയാണ്, നീ കംപ്ലൈന്റ് എഴുതി കൊടുത്തോ? നീ എന്റെ ആളല്ലേ? അപ്പോ ശിവരാമൻ പറയാണ്, നിങ്ങള് ചതിയനാണ്. എനിക്ക് അരവിന്ദൻ അയച്ചു തന്ന ക്യാഷ് വരെ നിങ്ങൾ പറ്റിച്ചെടുത്തു. എന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരാളായിട്ട് പോലും കൂട്ടിയിട്ടില്ല. ഇനി നിങ്ങളെ ഞാൻ
പേടിക്കൂല. നിങ്ങൾ കാരണമാണ് അരവിന്ദൻ മരിച്ചത്. അപ്പോ ജയബാലൻ ദേഷ്യത്തിന് ശിവരാമനെ ഇട്ട് അടിക്കുകയാണ്. അപ്പോ സത്യനും വിശാലും എസ്ഐയും ഒക്കെ ജയബാലനെ തടയാണ്. എന്നിട്ട് ജയബാലൻ കാവേരിയോട് പറയാണ്, എന്റെ മോളുടെ കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് സമയമില്ലെന്ന് പറയാണ് കാവേരി. ജയബാലനോട് എസ്ഐ പറയാണ്, നിന്റെ പരിപാടികൾ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് ഉണ്ട്. അപ്പോ ജയബാലൻ ചോദിക്കുകയാണ്, അതിന് അവൾ എന്ത് കംപ്ലൈന്റ് ആണ് തന്നേ? അപ്പൊ കാവേരി ശിവരാമനോട് പറയാണ്, എന്താ കംപ്ലൈന്റ് എന്ന് ശിവരാമൻ തന്നെ പറ, എല്ലാരും കേൾക്കട്ടെ അത്. അപ്പോ ശിവരാമൻ പറയാണ്, മാഡം, അരവിന്ദനാണ് ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. അവരാണ് മാസം മാസം ജയബാലന് ക്യാഷ് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. ഇതെല്ലാം എനിക്കറിയാം. അത് കേട്ട് പ്രവീണയും രാഗിണിയും ഒക്കെ ഞെട്ടാണ്. എന്നിട്ട് ശിവരാമൻ പറയാണ്, അരവിന്ദൻ നാട്ടിലേക്ക് വരുന്ന തൊട്ടു മുമ്പാണ് ഈ സ്ഥലം ജയബാലന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ജയബാലൻ ഇത്ര വലിയ ഫ്രോഡായിരുന്നോ എന്നോർത്ത് ഞെട്ടാണ് സത്യനും രാജേശ്വരിയും. ശിവരാമൻ എന്നിട്ട് പറയാണ്, അരവിന്ദൻ നാട്ടിൽ വന്ന ശേഷം ഈ സ്ഥലം അരവിന്ദന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോവാമെന്ന് ജയബാലനോട് പറഞ്ഞപ്പോ ഈ ജയബാലൻ അവരോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു. നീ തോട്ടം വാങ്ങാൻ പൈസ തന്നില്ലല്ലോ എന്ന് വരെ അരവിന്ദന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അരവിന്ദൻ അപ്പോ അത്രയും വിശ്വസിച്ച സ്വന്തം സുഹൃത്ത് ഇങ്ങനെ ചതിച്ചെന്നറിഞ്ഞ് ചങ്ക് പൊട്ടിയാണ് മരിച്ചത്. എത്രയോ കൊല്ലം വീടും നാടും കുടുംബവും വിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് സ്വന്തം സുഹൃത്ത് ചതിച്ചത്. അതുകൊണ്ടാണ് അരവിന്ദൻ മരിച്ചത്. ആ സത്യം കേട്ട് ഞെട്ടാണ് സത്യനും രാജേശ്വരിയും ഒക്കെ. ശാരദ വന്ന് ജയബാലന്റെ ഷർട്ടിൽ പിടിച്ച് ചൂടാവാണ്. എന്റെ അരവിന്ദൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഇത് തട്ടിയെടുക്കാൻ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായോ? നീ ഒരു കാലത്തും നന്നായി ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞ് ചൂടാവാണ് ജയബാലനോട്. എസ് ഐ ജയബാലനോട് പറയാണ്, നിനക്ക് ഒന്നെങ്കിൽ അരവിന്ദനിൽ നിന്ന് പറ്റിച്ച ഈ തോട്ടത്തിന്റെ പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പോ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകും. ഇതൊക്കെ കേട്ട് രാജേശ്വരിയുടെ ബന്ധുക്കൾ പറയാണ്, നിങ്ങൾക്ക് ആകെയുള്ള ഒരു മകനല്ലേ, നല്ലൊരു ബന്ധത്തിൽ നിന്ന് ആലോചന നോക്കിക്കൂടായിരുന്നോ? സ്വന്തക്കാരാണെന്ന് കരുതി നിന്റെ മകന്റെ ഭാവി നശിപ്പിക്കുകയാണോ? എസ് ഐ ജയബാലനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ അതോ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണോ? അപ്പോ ജയബാലൻ പറയാണ്, കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോ എസ് ഐ പറയാണ്, നിങ്ങളുടെ സൗകര്യത്തിന് നിൽക്കാനല്ല എന്റെ പണി എന്ന് പറഞ്ഞ് ജയബാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോ വിശാലും രാഗിണിയും പ്രവീണയും ഒക്കെ ജയബാലിനെ പിടിച്ചു വെക്കാണ്. ജയബാലൻ എന്നിട്ട് എസ് ഐനോട് പറയാണ്, എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ മോളിലുള്ള ഓഫീസിനോട് സംസാരിക്കും, നിന്റെ ജോലി ഞാൻ കളഞ്ഞു തരാം. അപ്പോ ദേഷ്യത്തിൽ എസ് ഐ ജയബാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നിൽക്കുകയാണ്. അപ്പോ രാഗിണി വന്ന് ജയബാലിനോട് പറയാണ്, അച്ഛാ, അവര് പറഞ്ഞ എമൗണ്ട് തിരിച്ചു കൊടുത്തേക്ക്, ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട. അപ്പോ ജയബാലൻ എസ് ഐനോട് പറയാണ്, ഞാൻ ക്യാഷ് തരാം, കല്യാണം ഒന്ന് കഴിയട്ടെ, ഞാൻ തന്നെ സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്തോളാം. അപ്പോ ഗംഗ പറയാണ്, മേഡം, ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അപ്പൊ ജയബാലൻ അവരോട് പറയാണ്, നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും ക്യാഷ് തരാൻ ഞാൻ കയ്യിൽ ക്യാഷ് വെച്ച് നടക്കല്ല, സാവധാനമേ എനിക്ക് ക്യാഷ് തരാൻ പറ്റൂ. അപ്പോ എസ് ഐ ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോ ക്യാഷ് കൊടുക്കാൻ പറ്റോ ഇല്ലയോ? കാവേരി അപ്പോ പറയാണ്, മേഡം, ഇവൻ ക്യാഷ് തരാനൊന്നും പോണില്ല, മേഡം ജയബാലനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോ. അപ്പോ രാഗിണി വന്ന് ജയബാലനോട് പറയാണ്, അച്ഛാ, അവർക്ക് വേണ്ട എമൗണ്ട് ഇപ്പോ സെറ്റിൽ ചെയ്ത് കൊടുത്തേക്ക്, എന്നിട്ട് അവരോട് പോകാൻ പറ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കാണ് അവര്. അപ്പോ ശാരദ പറയാണ്, എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണത്, അല്ലാതെ നിന്റെ അച്ഛനെ പോലെ പറ്റിച്ചുണ്ടാക്കിയതല്ല. രാഗിണിക്ക് ഈ കല്യാണം മുടങ്ങുമെന്നുള്ള ടെൻഷനാണ്. എന്നിട്ട് അച്ഛനോട് ചൂടാവാണ് രാഗിണി. ഞാൻ എത്രയോ കാലം ആഗ്രഹിച്ച് നടക്കാൻ പോകുന്ന കല്യാണമാണിത്. നല്ല രീതിയിൽ എന്റെ കല്യാണം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും അച്ഛൻ എന്താ നോക്കിയിരിക്കുന്നേ? ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്ക്. ഈ കല്യാണം എനിക്ക് നല്ല രീതിയിൽ നടക്കണം. ജയബാലൻ അപ്പോ തോട്ടത്തിന്റെ പണം തരാന്ന് പറയാണ്. അപ്പൊ കാവേരി പറയാണ്, നിന്റെ പണം ഒന്നും എനിക്ക് വേണ്ട, ഇതെന്റെ
അച്ഛന്റെ തോട്ടമാണ്. എനിക്ക് ഈ തോട്ടമാണ് വേണ്ടത്. അത് മാത്രമല്ല, ഈ ജയപാലൻ ഞങ്ങളുടെ അച്ഛനോടും ഞങ്ങളോടും ചെയ്തതിന് ജയിലിൽ പോണം. അപ്പോ രാഗിണി പറയാണ്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണോ? നിന്റെ തോട്ടത്തിന്റെ പണം തരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ കാവേരി പറയാണ്, പണം വാങ്ങാൻ വന്നെന്ന് കരുതിയോ നിങ്ങള്? എന്റെ അച്ഛന്റെ തോട്ടമാണിത്. ഇത്രയും നാൾ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ? അതിന് ജയപാലനുള്ള ശിക്ഷ ലഭിക്കണം. ഇവൻ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അതിന് ഇയാൾ ശിക്ഷ അനുഭവിക്കണം. അപ്പോ ജയപാലൻ ചോദിക്കുകയാണ്, അപ്പോ നിനക്ക് നിന്റെ അച്ഛന്റെ തോട്ടമല്ല വേണ്ടത്, ഈ കല്യാണം നിർത്തണം, അതല്ലേ? അപ്പൊ കാവേരി പറയാണ്, ഈ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്റെ അച്ഛനെ കൊന്ന നീ ജയിലിൽ പോണം. അപ്പോ സത്യം പറയാണ്, ജയപാലൻ ചെയ്തു തെറ്റ് സമ്മതിച്ചല്ലോ, പിന്നെ എന്താ? അപ്പൊ കാവേരി ചോദിക്കാണ്, എവിടെ സമ്മതിച്ചു? ഇപ്പോഴും ഒന്നും മിണ്ടാതെ നിക്കല്ലേ? എന്റെ അച്ഛൻ മരിച്ചതിന് നീയാണ് കാരണമെന്ന് സമ്മതിച്ചോ? ജയപാലൻ അപ്പോ തെറ്റ് സമ്മതിക്കാണ്, നിന്റെ അച്ഛനെ ഞാനാണ് കൊന്നത്, അതിനിപ്പോ എന്താ? അത് കേട്ട് എല്ലാവരും ഞെട്ടാണ്. അപ്പൊ കാവേരി പറയാണ്, ജയപാലൻ അയാളുടെ തെറ്റ് സമ്മതിച്ചു മാഡം, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്ക്. അപ്പോ എസ് ഐ പറയാണ്, അറസ്റ്റ് ചെയ്താലും 2 ദിവസത്തിനുള്ളിൽ ഈ ജയപാലൻ പുറത്തിറങ്ങും. നിനക്ക് തോട്ടം വേണോ പണം വേണോ? നീ പണം തിരിച്ചു വാങ്ങി പോകുന്നതാ നല്ലത്. അപ്പൊ കാവേരി ദേഷ്യത്തിൽ പറയാണ്, എന്റെ അച്ഛനെ ഇയാളാണ് കൊന്നത്, ഇയാള് ജയിലിലേക്ക് പോണം മാഡം. അപ്പൊ രാഗിണി ജയപാലനോട് പറയാണ്, ആ പൈസ കൊടുത്തേക്ക് അച്ഛാ. ശാരദയും വിനീതും ഗംഗയും കൂടി കാവേരിയോട് പറയാണ്, അയാള് ജയിലിൽ പോയാലും തിരിച്ചു വരും കാവേരി. നമുക്ക് ഇപ്പോ നിളമോളുടെ ഓപ്പറേഷൻ ആണ് പ്രധാനം, നമുക്ക് പണം വാങ്ങി പോകാം കാവേരി. കാവേരി അപ്പോ നിളമോളുടെ ഓപ്പറേഷൻ ഓർത്ത് ആ തോട്ടത്തിന്റെ പണം മതിയെന്ന് സമ്മതിക്കുകയാണ്. എസ് ഐ അപ്പൊ ജയപാലനോട് പറയാണ്, തോട്ടത്തിന്റെ പൈസ ഇപ്പോ കൊടുത്തോ, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ പോകാം. അപ്പോ ജയപാലൻ പറയാണ്, കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, 1 ഏക്കറിന് 5 ലക്ഷം വെച്ച് ഞാൻ തരാം. അപ്പോ കാവേരി പറയാണ്, നീ ആരെ പറ്റിക്കാനാ നോക്കുന്നേ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലത്തിന് എത്ര കൊടുത്തു എന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. എന്റെ അച്ഛൻ ഈ തോട്ടത്തിന് വേണ്ടി ചെലവാക്കിയ മുഴുവൻ ക്യാഷും എനിക്ക് വേണം. അപ്പൊ ജയപാലൻ പറയാണ്, അത്രയും വലിയ എമൗണ്ട് എനിക്ക് തരാൻ പറ്റൂല. അപ്പൊ രാഗിണി അച്ഛനോട് പറയാണ്, ഇതെന്റെ കല്യാണമാണ് അച്ഛാ, വേഗം അവർക്ക് അവരുടെ പൈസ തിരിച്ചു കൊടുത്തേക്ക്. എസ് ഐ എന്നിട്ട് ബാങ്ക് മാനേജറെ വിളിച്ച് അവരുടെ എമൗണ്ട് ചെക്ക് മുഖേന റെഡിയാക്കുകയാണ്. രാജേശ്വരിയുടെ ബന്ധുക്കൾ, ഞങ്ങൾ കല്യാണം കാണാൻ നിൽക്കുന്നില്ല, നിവിന്റെ കല്യാണം ഇങ്ങനെ നടക്കുമെന്ന് കരുതിയില്ല, ഇനി ഇവിടെ നിന്ന ശരിയാകൂലെന്ന് പറഞ്ഞ് അവരൊക്കെ പോവുകയാണ്. രാജേശ്വരിക്കും സത്യനും ഒക്കെ അത് കണ്ടിട്ട് ആകെ നാണക്കേടാവുന്നുണ്ട്. ജയപാലൻ എന്നിട്ട് രാഗിണിയുടെ കല്യാണം ഓർത്ത് കാവേരി ചോദിച്ച മുഴുവൻ എമൗണ്ടും സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ഇറങ്ങിപ്പോകാൻ പറയാണ് ജയപാലൻ. അപ്പോ ശാരദ പറയാണ്, എന്റെ ഭർത്താവ് മരിച്ചപ്പോഴും ക്യാഷ് മുഴുവനും നീ തട്ടിയെടുത്ത് ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയല്ലായിരുന്നോ? എന്റെ മകളുടെ കല്യാണം എങ്ങനെയൊക്കെ നടക്കണമെന്നാ എന്റെ ഭർത്താവ് ആഗ്രഹിച്ചതെന്ന് നിനക്കറിയോ? അവരെയാണ് നീ കൊന്നത്. നിന്റെ മകളുടെ കല്യാണം നടത്താൻ നോക്കിയാ എങ്ങനെ നടക്കും? നീ മറ്റുള്ളവരോട് ചെയ്ത ശാപമാണ് നിനക്കും നിന്റെ കുടുംബത്തിനും കിട്ടിയത്. അതുകൊണ്ടാ നീ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാവേരിയും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.